ഇത് നമ്മുടെ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റും നിർമ്മൽഗിരി കോളേജിലെ അധ്യാപകനുമായ നമ്മുടെ ഷിനിൽ കുര്യാക്കോസ്. പണ്ടൊക്കെ നല്ല പുലിയായിരുന്നു. അപ്പൊ അന്നുള്ള ആ ശൗര്യം കൈവിടാണ്ട് ഇന്ന് പോയിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയിട്ട് തിരിച്ചു വന്ന വഴി ഞങ്ങൾ തമിഴിൽ വെച്ച് കണ്ടാണ്. പിന്നെ ഇത് അദ്ദേഹത്തിന്റെ പ്രിയതമ നമ്മുടെ സ്റ്റേറ്റ് മെഡലിസ്റ്റ് ആണ്, ഹൈ ജമ്പ് അല്ലെ, നാഷണൽ പാർട്ടിസിപ്പന്റ്. അപ്പൊ ഇപ്പൊ ദേവഗിരി കോളേജിലെ അധ്യാപികയാട്ടോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില്. പിന്നെ ഇവിടെ നമ്മുടെ മുഫ്സി ഇതും എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറിയിട്ട് വന്നതാണ്. അപ്പൊ ഇവർക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിന് സംശയമൊക്കെ ഉണ്ട്. ഇവരുടെ വേൾഡിലെ ഹയസ്റ്റ് വിഷു സെലിബ്രേഷൻ ആണോ? വിഷുവിന് നിങ്ങൾ എവിടെയാണ്? നമ്മുടെ വിഷുവിന്റെ അന്ന് കൂടിയായിരുന്നു. പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്തിരിക്കും. കോഴിക്കോടാണ് ഇവര് ബാക്കിയെല്ലാം പറഞ്ഞു കൊടുത്തത്. നാഷണലും പിന്നെ ദേശീയ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. അത് ആകാംക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു ഫിഗറാണ് ഷിജിത. എത്ര കയറിയിട്ടുണ്ട്? ഏതാണ്ട് മൗണ്ടൻസ് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പൊ കിളിമഞ്ചാരോ ലിസ്റ്റിലുണ്ട്. കിളിമഞ്ചാരോ ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്ന സ്വപ്നം ഇവിടെ വന്നിട്ട് സ്വപ്നം മാറ്റണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൃഗയിലെ കിളിമഞ്ചാരോ സ്വപ്നം കണ്ട് വന്നിട്ട് യാദൃശ്യമായിട്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയിട്ട് തിരിച്ചുള്ള എല്ലാം കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് കൊടുകൊള്ളിയാ. അപ്പൊ അപ്പൊ ഇത്രയും മലയാളീസ് നമ്മുടെ അടുത്ത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ തമിഴിൽ വെച്ച് കണ്ടതാട്ടോ. അപ്പൊ ഇവരെന്നെ വിളിച്ചു, ഞാനിവിടെ വന്നു. ഞാൻ ഈ യാദൃശ്യമായിട്ട് കാഠ്മണ്ഡുവിൽ കുറച്ച് ജർമ്മൻസ് ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സ്. അവരെല്ലാം അടുത്ത വർഷം പാക്കേജ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടു. അപ്പൊ ഇനി ഇവര് നേരെ തിരിച്ചു പോകും. അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ വന്നു. സഹായിച്ച പൈസന്റെ കൂടെ ഇവരെല്ലാം കീഴടക്കി വന്നു. അപ്പൊ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ കുറിച്ച് വിശേഷണങ്ങള് വിവരണങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇവര് തന്നെ എല്ലാം പറഞ്ഞു തരും. അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ലോകം മുഴുവൻ കാണുന്ന വീഡിയോ. അപ്പൊ നമ്മുടെ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് അപ്പൊ സാറ് പറയും എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ എക്സ്പീരിയൻസ്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ശരിക്കും ഒരു ഡ്രീമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം, എന്നെ വൈഫിനെ സംബന്ധിച്ചോളം 8 വർഷം മുമ്പുണ്ടായ ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷയായിരുന്നു അത്. നല്ല സ്ട്രെയിനാണ്, പക്ഷെ ഒരു ഗോൾ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ട് വളരെയധികം എൻജോയ് ചെയ്തു. ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ കിട്ടിയ സന്തോഷം ഭയങ്കര വലുതായിരുന്നു. നമ്മുടെ പ്രിയതമ രേഖ ടീച്ചർ ഒരിക്കലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരിക്കലും ഇത് പറ്റില്ലാന്നോ അല്ലെങ്കിൽ ചെയ്യില്ലാന്നോ ഒരിക്കലും മനസ്സിൽ തോന്നിയിട്ടില്ല. അതാണ് എവറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. എപ്പോഴും നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. പോയി വരാനും തിരിച്ചു നടന്നു, ഞങ്ങൾ മുഴുവനും നടന്നു തന്നെയാണ് പോയി സബ്മിറ്റ് ചെയ്തതും. അതുപോലെ തന്നെ തിരിച്ച് ലുക്കളെ വന്ന് ലുക്കളയിൽ നിന്ന് ഫ്ലൈറ്റിൽ രാമചന്ദ്രയ്ക്ക് അവിടുന്ന് വണ്ടിക്ക് ബൈ റോഡ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നു. ഒത്തിരി സന്തോഷം കാണാൻ സാധിച്ചു. എന്തെങ്കിലും പറയണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഞാൻ ആർക്കെങ്കിലും എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. എല്ലാവരും ഹെൽപ്പും ചെയ്തുതരും. പാക്കേജ് എടുക്കണമെന്നില്ല, ഹെൽപ്പായാലും നമ്മൾ ചെയ്തുതരും. അപ്പൊ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കേജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈസനെ വിളിച്ചാൽ മതി. എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതിന്റെ റിസ്ക് എന്താണ്, ചെലവ് എത്രയാണ്, ഏതിലാണ് പോകേണ്ടത്, എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞു തരും.